ഈ കലാരൂപം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യത്തെ വിപ്ലവ കലയാണ്. കാരണം കൂത്തമ്പലത്തിൻ്റെ അകത്തായിരുന്നു മറ്റുള്ള കലാരൂപങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ഇത് കൂത്തുമാടം എന്ന് പറയപ്പെടുന്ന ഈ കാണുന്ന 42 അടി നീളവും 12 അടി വീതിയും 6 അടി ഉയരത്തിലുമുള്ള പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള കൂത്തുമാടങ്ങളിലായിരിക്കും അവതരിപ്പിക്കുക. അപ്പോഴേ ഈ കൂത്തുമാടമൊക്കെ പുറത്തായിരിക്കും. അതുകൊണ്ടാണ് വിപ്ലവ കല എന്ന് പറയുക. എല്ലാ ജാതി മതഭേദമന്യേ ഏവർക്കും കാണുവാനുള്ള സൗകര്യത്തിനുള്ള ആ രീതിയിലാണ് കൂത്തുമാടങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പുലവരാണ് ഇതിനാദ്യം ജനകീയമാക്കി ക്ഷേത്രാങ്കണം വിട്ടുകൊണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തു നിന്ന് ഉള്ള പുറംവേദികളിൽ പാവക്കൂത്ത് അവതരിപ്പിക്കുവാനുള്ള അവസരമുണ്ടാക്കിയത് എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പുലവരാണ്. 78 കാലഘട്ടങ്ങളിൽ ഈ കലാരൂപം തന്നെ ആരും അറിയപ്പെടാതെ ക്ഷേത്രത്തിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്നു. ആദ്യമായി എൻ്റെ പിതാവ് 1968 അന്ന് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഭരണകാലത്താണ് തിരുവനന്തപുരത്തേക്ക് ആദ്യമായി പോവുകയും അവിടെ പാവക്കൂത്ത് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ കലാരൂപം ഇന്ന് പണ്ട് കാലങ്ങളിൽ TV പോലുള്ള മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അന്ന് ജനഹൃദയങ്ങളിൽ കൂടുതൽ പിടിച്ചു പറ്റിയിരുന്ന ഒരു കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത്. വാദം, തർക്കം, കൂടാതെ ഇതിഹാസം, പുരാണം, അതുപോലെ പാവനിർമ്മാണം, ചിത്രരചന, ചായങ്ങളെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്ന ഒരു കലാരൂപമാണ്. സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, ഇതിൻ്റെ അകത്ത് എല്ലാം കൂടി ചേർന്നൊരു കലാരൂപമായ കാരണം കൊണ്ട് ഒരു ആസ്വാദക സ്രോതസ് പണ്ട് കാലത്ത് ഏറ്റവും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഇന്ന് TV പോലുള്ള മീഡിയാസ് വന്നു, ഫോണും എല്ലാം വന്ന ആ ഒരു കാലഘട്ടമായ കാരണം കൊണ്ട് നേരം വെളുക്കുവോളം കാണുവാനുള്ള കാണികളില്ലാതെ ആയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടതായ കാരണമെന്ന് പറയുന്നത് പണ്ട് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ചിരുന്ന നമ്മുടെ ഒക്കെ സമൂഹം ഇന്ന് കാർഷിക മേഖലയെല്ലാം മാറ്റം വന്ന കാരണം കൊണ്ട് എല്ലാവരും ഓരോരുത്തരുടെ ജോലി അന്വേഷിച്ച് പോകുന്ന കാരണത്തിനാൽ ഇത് ഇന്ന് കാണികളില്ല എന്ന് തന്നെ പറയാം. കാണികളില്ലാതെയാണ് ഞങ്ങളിത് കൂത്തമ്പലങ്ങളിൽ ഒരു 4 മാസക്കാലം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. രാത്രി 10 മണി മുതൽ നേരം വെളുക്കുവോളം 5 മണി വരെ. പക്ഷേ ഇന്ന് ഞങ്ങൾ രാമായണ കഥയ്ക്ക് പുറമെ 4 മാസക്കാലം മാത്രമല്ലേ കലാകാരന്മാർക്കൊക്കെ വേദികൾ ഉണ്ടാവാറുള്ളൂ, ഏത് കലയായാലും. അപ്പോൾ മറ്റുള്ള വേദികൾ കൂടി ഞങ്ങൾ കണ്ടെത്തുകയും ആദ്യമായി എൻ്റെ പിതാവിൻ്റെ ഒരു ആഗ്രഹപ്രകാരം 2000 ഗാന്ധി കഥ ചെയ്തു. ഗാന്ധിജിയുടെ കഥ അദ്ദേഹം സൗത്ത് ആഫ്രിക്ക തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം കൂടാതെ അദ്ദേഹത്തിൻ്റെ വീരമൃത്യു വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉള്ള ഗാന്ധി കഥ ഞങ്ങളൊരു 10-15 എപ്പിസോഡ് ചെയ്തു കഴിഞ്ഞു. പിന്നെ പുറമെ എൻ്റെ മഹാബലി ചരിതം, കൃഷ്ണലീല, മഹാഭാരതം കഥ, ചണ്ടാല ഭിക്ഷുകി, അതുപോലെ തന്നെ ഇപ്പം ഉള്ള പഞ്ചതന്ത്രം കഥകളും, പിന്നെ മൈക്കിൾ ജാക്സൻ്റെ, ഷേക്സ്പിയറിൻ്റെ കൊല്ലം നാടകങ്ങൾ, പിന്നെ യേശുദേവൻ്റെ കഥ, അറബിക് കഥകൾ. അപ്പോൾ എന്തെല്ലാമാണോ സമൂഹത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് അതിന് പുറമെ ഞങ്ങളുടെ ഒരു 2 കൊല്ലമായി പെൺപാവക്കൂത്ത്, സ്ത്രീകൾ ഇതിൻ്റെ അകത്ത് കൂത്തുമാടത്തിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ടുവന്നുകൊണ്ട് സ്ത്രീകൾക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകണം എന്ന രീതിയിൽ ഒരു സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ പാവനാടകങ്ങളൊക്കെ പല ഭാഷകളിലും, ഇംഗ്ലീഷിലും, ഹിന്ദിയിലും, തമിഴിലും, മലയാളത്തിലും ഞങ്ങൾ പല ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇന്ന് അവതരിപ്പിച്ച് വരുന്നുണ്ട്. എല്ലാ കഥകളും മേൽപ്പറഞ്ഞ എല്ലാ കഥകളും ഞങ്ങൾ പല ഭാഷയിൽ അവതരിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊരു വലിയ മാറ്റം തന്നെയാണ്. ഇനി വരാൻ പോകുന്നത് ഈ കമ്പ്യൂട്ടർ പാവകൾ, AI പാവകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ചലനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ കലാകാരന്മാർക്ക് ക്ഷേത്രങ്ങളിൽ വേദികളുണ്ടാവില്ല, എങ്കിലും സമൂഹം അറിയപ്പെടും. സമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാവകളി ഉണ്ടെന്നും ഇപ്പം ജനങ്ങൾക്ക് ഞങ്ങളിവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയ വീടിൻ്റെ മുകളിലുള്ള ഒരു തിയേറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു 10-20 വർഷം മുൻപേ എല്ലാവരും പറഞ്ഞു ഇവിടെ ആരാ കാണാൻ വരിക എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എന്നൊക്കെ മാറ്റം വന്നുകൊണ്ട് ഇന്ന് ദിവസവും ഒരുപാട് പേര്, കുട്ടികളും വിദ്യാർത്ഥികളും കൂടാതെ PhD ഗവേഷകരും അങ്ങനെ നിരവധി പേർ ഈ പാവക്കൂത്തിൻ്റെ കലാകേന്ദ്രത്തിൽ ഞങ്ങളുടെ മ്യൂസിയം കാണുവാനും പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന കൂത്തുമാടം കാണുവാനും എല്ലാം വരാറുണ്ട്. കാരണം
4 മാസം കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വീണ്ടും ഒരു അവതരണം ഉണ്ടാവാൻ പാടില്ല, പിന്നെ അടുത്ത വർഷമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ ചിട്ടപ്പെടുത്തി ഈ കൂത്തുമാടത്തിലേക്ക് എന്നും ജനപ്രവാഹം എന്ന് തന്നെ പറയാം. എല്ലാ ദിവസവും പുതിയ പുതിയ കഥകളൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് ഏത് കഥയാണോ അവർക്ക് വേണ്ടത് എന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആവശ്യാർത്ഥം ഞങ്ങൾ അവതരിപ്പിച്ച് വരുന്നു. അപ്പോൾ കൂടുതൽ സന്തോഷിക്കാനുള്ളത് ഈ കലാരൂപത്തിന്, ഫോക്ക് അനുഷ്ഠാന കലാരൂപത്തിന് ആദ്യമായി 2021 പത്മശ്രീ പുരസ്കാരം ആദ്യമായി ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് എല്ലാവരും ഈ കലയെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഗവേഷകർക്കും അതുപോലെ തന്നെ ഈ ആർക്കിടെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ കലാകാരന്മാർക്കും ചിത്രകാരന്മാർക്കും എല്ലാം ഉപകാരമാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഇപ്പം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ AI വരുന്നതോടുകൂടി പുതിയ പുതിയ കഥകളൊക്കെ പല വേദികളിലും ആവിഷ്കരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ വിശ്വാസം കൂടിയുണ്ട്.